ഹലോ, എൻ്റെ പേര് ഫറേസ് ഖാൻ. സെൻറ്റർ സോഴ്സ് എന്നാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര്. ബ്രാൻഡിംഗ് ആണ് ഞങ്ങളുടെ മെയിൻ സോഴ്സ് ഓഫ് സർവീസ്. ഈ ബ്രാൻഡിംഗ് എന്ന് പറയുന്നതിന് മുമ്പ് എൻ്റെ നാടായ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു കാതർക്കുണ്ട്. ഈ കാതർക്കാടെ കഥ പറഞ്ഞിട്ടുണ്ട്. ഈ കാതർക്കാക്ക് തട്ടുകട പോലെ ഒരു ചെറിയ സെറ്റപ്പിൽ ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലുള്ള ഭക്ഷണങ്ങൾ മാത്രമല്ല, അച്ചാറ്, എള്ളുണ്ട, ചിപ്സ് എന്ന് പറയുന്ന പല ഐറ്റംസ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന കച്ചവടമാക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ കച്ചവടമാക്കുന്ന പരിപാടി പറഞ്ഞാൽ ചെറിയൊരു പ്ലാസ്റ്റിക് ബാഗിനകത്ത് നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ 35 രൂപ, 40 രൂപ, എള്ളുണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ കാതർക്ക എറണാകുളത്ത് ജോലി ഇരിക്കുന്ന മകനെടുത്ത് ഒരു മാസത്തേക്ക് നിൽക്കാൻ പോകും. എറണാകുളം എത്തിയപ്പോൾ പല കാര്യങ്ങളും കാഞ്ഞിരപ്പള്ളിയിലെ പോലെ അല്ല. എറണാകുളത്തെ സെറ്റപ്പ് വേറെ തന്നെയാണ്. കാതർക്ക കുറച്ചൊക്കെ പിടികിട്ടി. അങ്ങനെ മകൻ്റെ കൂടെ ലുലുമോളും മറ്റിടത്തൊക്കെ കറങ്ങി വന്നപ്പോൾ കുറേ അധികം പ്രൊഡക്ട്സും കണ്ടു. എന്നാലോ സത്യം പറഞ്ഞാൽ കാതർക്ക ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് അത്രയും ടേസ്റ്റും പല പ്രൊഡക്റ്റിനും ഇല്ല. അങ്ങനെ നോക്കിയപ്പോൾ കാതർക്ക നോക്കിയപ്പം കാതർക്ക ഉണ്ടാക്കുന്ന സാധനവും ഇവിടെ കിട്ടുന്ന സാധനങ്ങളും തമ്മിൽ ടേസ്റ്റിന് തന്നെ നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ കാതർക്ക വെക്കുന്നതിനേക്കാളും കൂടുതൽ വിലയിലും കാതർക്ക വെക്കുന്നതിനേക്കാളും നല്ല സ്റ്റൈലും ഭംഗിയൊക്കെ ആയിട്ട് വെക്കുന്നത്. അപ്പം കാതർക്കൊക്കെ ഒരു സംഭവം തോന്നും. അങ്ങനെ കാതർക്ക നേരെ മകൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, എൻ്റെ അച്ചാർ ഇതുപോലെ ബ്രാൻഡ് ചെയ്യണം. അങ്ങനെ കാതർക്കാനെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ച മകൻ തട്ടിക്കൊട്ടി മോശമില്ലാത്തൊരു ലോഗോ ഒക്കെ ഉണ്ടാക്കി പിക്കിള് കഴിച്ച് ഇക്കിളി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു ടാഗ് ലൈനും ഇട്ട് നല്ലപോലെ ബ്രാൻഡിനെ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അങ്ങനെ എറണാകുളത്ത് നിന്ന് മകനോട് ടാറ്റ പറഞ്ഞു പോകുന്നതിന് മുമ്പ് കാതർക്ക് നേരെ കിഴക്കമ്പലത്തിൽ പോയി ഈ മകൻ സെറ്റാക്കി കൊടുത്ത ബ്രാൻഡിങ് ഒക്കെ വെച്ച് പുതിയ പാക്കേജിങ് ഒക്കെ അടിച്ച് മൂവാറ്റുപുഴ വഴി ബസ് കയറി കാഞ്ഞിരപ്പള്ളി എത്തിയിട്ടോ കടയിലെല്ലാം പുതിയ സാധനമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് പുതിയ ബ്രാൻഡിങ്ങിലെ പഴയ അച്ചാറ് അതേ ടേസ്റ്റുള്ള ഗാംഭീര്യമായിട്ടുള്ള പാക്കേജിങ്ങിലൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചു. എന്ത് പറ്റാൻ? ഒരു കാര്യം ഉണ്ടായില്ല. ആ അച്ചാറ് മുമ്പ് വിറ്റുകൊണ്ട് പോയപ്പോൾ 6,000-7,000 രൂപ ലാഭം കിട്ടിയത് ഇപ്പോൾ ഒരു 500-600 കിട്ടിയാലായി എന്ന അവസ്ഥയായി. കാതർക്കാകെ ഡെസ്പായി. ഇതിൽ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഈ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ലോഗോ ഡിസൈനും പരസ്യവും ഇതുപോലത്തുള്ള ടാഗ് ലൈനും 4 ആളെ നമ്മുടെ പ്രൊഡക്റ്റ് സർവീസ് അറിയുന്നത് മാത്രമല്ല, ബ്രാൻഡിങ്ങിൽ എല്ലാം പെടും. മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ്, നമ്മുടെ ബിസിനസിന്റെ ഏരിയ, നമ്മൾ ആർക്കാണോ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ വിൽക്കാൻ നോക്കുന്നത് അവരെ പഠിക്കുക, ആ ഏരിയയിലുള്ള ആൾക്കാരെ പഠിക്കുക എന്ന് തുടങ്ങി ബേസിക് ആയിട്ട് പല കാര്യങ്ങളതിനകത്ത് ഇൻവോൾവ് ആണ്. നമ്മൾ ബ്രാൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റോ നമ്മൾ ബ്രാൻഡ് ചെയ്യുന്ന സർവീസോ അത് ആരാണ് കാണേണ്ടത്, അവർക്ക് എന്താണ് ഇഷ്ടം എന്ന് മനസ്സിലാക്കി സെർവ് ചെയ്യുന്നത് കൂടിയാണ് ബ്രാൻഡിങ്. ഇവിടെ കാതർക്കാക്ക് എന്താ പറ്റുന്ന വെച്ചാൽ കാതർക്കയുടെ കച്ചവടം നടക്കുന്നത് ഒരു സാധാരണ നാട്ടിൻപുറത്താണ്. ഞാൻ ഉൾപ്പെടെയുള്ള നാട്ടിൻപുറത്തുകാർ ഈ ഹൈ ക്വാളിറ്റി പാക്കിങ്ങും ബ്രാൻഡിങ്ങും ലോഗോയും ഭയങ്കര ക്ലാസ് ആയിട്ടുള്ള സാധനങ്ങൾ കാണും. ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനം ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും എന്ന് ജഡ്ജ് ചെയ്തു. ചിലപ്പോൾ ആ ഏരിയ പോലും പോയില്ല എന്ന് വരും. ഇതും അവിടെ തന്നെ സംഭവിച്ചു. ഇതൊന്നും നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ബ്രാൻഡിംഗ് എന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി ഇമേജസ് യൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡിങ്ങോ ലോഗോയോ ടാഗ് ലൈനോ പരസ്യങ്ങളോ TV ആഡ്സോ തിയേറ്റർ ആഡ്സോ മാത്രമല്ല. ബ്രാൻഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റിന്റെയോ സർവീസിന്റെയോ ഏരിയ പഠിക്കില്ല, അവിടുത്തെ ആൾക്കാരെ പഠിക്കും, അവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് പഠിക്കും. കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഉപയോഗവും ആവശ്യമുള്ള പ്രൊഡക്റ്റോ സർവീസോ ആയിരിക്കും വിൽക്കാൻ വെക്കുന്നത്. അപ്പോൾ അവരിലേക്ക് അത് എങ്ങനെ എത്തിക്കണം എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണമെങ്കിൽ അവർക്ക് എന്താണ് ഇഷ്ടമെന്നും അവരിലേക്ക് അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതും കൂടെ ബ്രാൻഡിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പൊ ഇതൊക്കെയാണ് ബ്രാൻഡിങ്ങിന്റെ നമ്മുടെ മെയിൻ കാര്യങ്ങൾ. കാതർക്ക നിങ്ങൾക്ക് 100 ആയുസാണ്. നിങ്ങളുടെ കാര്യം ഇപ്പോൾ ഒരാൾക്ക്